എല്ലാവർക്കും തീർച്ചയായും ഏറ്റവും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. എത്തരത്തിലുള്ളൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്? ഇന്ന് ഒരു പേഷ്യൻറ്റിന് എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആവും? ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ രോഗാവസ്ഥ തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ ഏർലി ആയിട്ടൊരവസ്ഥയിൽ അസുഖത്തിൻ്റെ ആരംഭാവസ്ഥയിൽ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുന്നു. ഒരു 3-4 ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 8-10 ജോയിൻറ്റ്സിൽ വേദനയും നീർക്കെട്ടുമുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. അത് മറ്റവയവങ്ങളിൽ നിന്ന് ബാധിച്ചിട്ടില്ല. മാത്രമല്ല മറ്റവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം വളരെ നല്ലതായിരിക്കുന്നു. ഇങ്ങനൊരു രോഗിക്ക് പലപ്പോഴും നമുക്ക് ഒരു 3-4 മെഡിസിൻസിൻ്റെ ആവശ്യം പലപ്പോഴും വരാറുള്ളൂ. ഇപ്പോൾ മെത്തോട്രക്സേറ്റ് യൂസ് ചെയ്യാം, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഹൈഡ്രോക്സിക്ലോറോക്വിനോ അല്ലെങ്കിൽ ചിലപ്പോൾ സൾഫാസലസിൻ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വരുന്ന രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളുടെ ഒരു കോസ്റ്റ് പറയുന്നത് 600 മുതൽ 1500 രൂപയ്ക്കകത്ത് നിൽക്കും. അതായത് ഈ ഒരു ഐഡിയൽ ഒരു റീസണബിൾ റെസ്പോൺസുള്ള ഒരു ഐഡിയൽ പേഷ്യൻ്റ് എന്ന് പറയാം. ലെറ്റസ് ഒരു 100 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഒരു 60-65 പേരും ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർക്ക് മെത്തോട്രക്സേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഏർലി ഡയഗ്നോസിസ് വലിയ സിവിയർ ആയിട്ടുള്ള ഡിസീസ് അല്ല എന്നുള്ള അവസ്ഥയിൽ വരുന്ന രോഗിക്ക് നമുക്ക് ഈ പല മെത്തോട്രക്സേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഡോസ് സ്റ്റിറോയിഡ് കൊടുത്തുന്നിരിക്കുക, അത് പെട്ടെന്ന് ഇതിന് നിർത്താറുണ്ട്. മെത്തോട്രക്സേറ്റിന് പുറമെ വേറെ 1-2 മരുന്നുകൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ പുവർ പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് അസുഖം തീവ്രമാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി മുൻധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള ESR CRP എന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റുകൾ വളരെ ഹൈ ആയിട്ട് വരുന്ന ആൾക്കാർ, ആരംഭത്തിൽ തന്നെ ജോയിൻറ്റിന് പുറമെ മറ്റവയവങ്ങളിൽ ബാധിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിന് മേളിലേക്കുള്ള മരുന്നുകൾ വേണ്ടി വരും. പക്ഷേ ഒരു സാധാരണ ഒരു 60-65% റുമറ്റോയ്ഡ് പേഷ്യൻസിനകത്തും നമുക്കൊരു ആവറേജ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 മുതൽ 1500 രൂപ വരെ ഒരു മാസത്താവുമെന്ന് കരുതണം. ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് ശരിക്കും 2 രീതിയിലാണ്. ഒന്ന് മരുന്നുകൾക്കുള്ള കോസ്റ്റ്, രണ്ടാമത് ഈ മരുന്നുകൾ ഞാൻ സൂചിപ്പിച്ചില്ല, നമുക്ക് പുതിയ മരുന്നുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പഴയ മരുന്നുകൾ എങ്ങനെ സേഫായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു അറിവും കൂടെ നമുക്ക് കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകളുടെ ഉപയോഗം വളരെ സേഫാണ്. വർഷങ്ങളോളം തന്നെ എടുക്കാം, 20-30 വർഷം എടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സയൻസ് പറയുന്നത്. പക്ഷേ അതെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് പീരിയോഡിക്കായിട്ട് നമ്മളത് മരുന്നുകൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നോ നോക്കാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുടെ ആവശ്യം വന്നേക്കാം. അത് തുടക്കത്തിൽ ചിലപ്പോൾ 2-3-4 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ടി വരും. അസുഖം കൺട്രോളായി മരുന്നൊക്കെ സ്റ്റേബിളായി കഴിഞ്ഞാൽ പ്രോബബ്ലി ഒരു 3-4 മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടി വരും. ടെസ്റ്റുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 700-800 റുപ്പീസ് പെർ വിസിറ്റ് ആവാം. അപ്പോൾ നെറ്റ് ഇത് പറയുകയാണെങ്കിൽ ഒരു ആരംഭാവസ്ഥയിൽ ഉള്ള ഒരു രോഗിക്ക് അതും സ്റ്റാർട്ടിംഗ് ഫേസിൽ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ 3-4 ആഴ്ച ഒരിക്കൽ പേഷ്യൻ്റ് വരാൻ പറയാറുണ്ട്. അപ്പോൾ ഒരു വിസിറ്റിന് ഏതാണ്ട് ഒരു 2000 രൂപയ്ക്കകത്ത് ഒരു വിസിറ്റിനാവുമെന്ന് പ്രതീക്ഷിക്കണം. അസുഖം സ്റ്റേബിളായി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് ഒരു 3 മാസത്തെ മരുന്നിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3000-4000 രൂപയ്ക്കകത്ത് നിൽക്കും. അതിന് പുറമെ ഈ ബ്ലഡ് ടെസ്റ്റുകൾക്കൊരു 600-800 രൂപയ്ക്കകത്ത് ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യം വരും. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു കൺട്രോൾ ഡിസീസ് സ്റ്റേബിൾ ഡിസീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 1000 രൂപയ്ക്കകത്ത് താഴെ അകത്താണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ മറ്റ് ഫിസിയോതെറാപ്പി അതുപോലുള്ള കാര്യങ്ങളോ? ശരിക്കും പറഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് മെഡിക്കേഷൻസ് തന്നെയാണ്. അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ ചില സാഹചര്യം ഓഫ്കോഴ്സ് നമ്മൾ പേഷ്യൻസിനെ എത്രയും അവർ ഫിസിക്കലി മൊബൈലാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെത്രയും ഫിസിക്കലി മൊബൈലാക്കുക, അത് വളരെ നല്ല കാര്യം തന്നെ. അതുകൊണ്ട് എറോബിക് എക്സസൈസസ് ചെയ്യുവാനായിട്ട് നമ്മൾ അവരുടെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പിയുടെ റോള് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസീസ്, വർഷങ്ങളോളം നിന്ന ഡിസീസ്, അതിനകത്ത് ഈ ജോയിൻസിനകത്ത് വൈകൃതം വരുന്നൊരവസ്ഥയിൽ തേയ്മാനം, അതായത് വാദത്തിൻ്റെ ഈ റുമറ്റോയിഡിൻ്റെ നീര് ജോയിൻറ്റിനകത്ത് കുറേ നാൾ നിൽക്കുന്നത് വഴിയിട്ട് ഈ ജോയിൻറ്റിനകത്ത് തേയ്മാനം വരും. അങ്ങനെയാണ് ജോയിൻറ്റ് വൈകൃതം വരുന്നത്. അപ്പോൾ ഈ തേയ്മാനം വന്ന ജോയിൻസിന് മരുന്നുകൾക്ക് വളരെ പരിമിതമായ എഫക്റ്റേ കാണുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് എക്സസൈസും ഫിസിയോതെറാപ്പിക്കും പിന്നെ ഈ പറയുന്ന സ്പ്ലിൻറ്റിങ്, അതായത് തേയ്മാനം വന്ന് വൈകൃതം വന്ന ജോയിൻസിൻ്റെ ഷേപ്പ് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊസീജിയറായിട്ട് ചെയ്യുന്നത്. അത് ചില സാഹചര്യങ്ങൾ അത് നമ്മൾ എക്സസൈസുകൾ പറയും, അല്ലെങ്കിൽ സ്പ്ലിൻസ് ഉപയോഗിക്കാറുണ്ട് വളഞ്ഞ ജോയിൻസ് നേരെയാക്കാനായിട്ട്. അതെല്ലായിടത്തും ഉപയോഗിക്കാൻ പാടില്ല. അത് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
പിന്നെ പറ്റാത്ത സിറ്റുവേഷൻസിനകത്ത് പേഷ്യൻ്റ് ഈ കോസ്മെറ്റിക് ഇഷ്യൂസിൽ വളരെ കൺസേൺഡ് ആണെങ്കിൽ ഹാൻഡ് സർജൻസിന് സഹായിക്കാൻ പറ്റുന്നതാണ്.